റെഡി ആയിക്കോ. എന്തടി ചേച്ചി വെഡ്ഡിങ് മറന്നു പോയി? അയ്യോ വെഡ്ഡിങ് ആണല്ലോ. ആ അങ്ങനെ എല്ലാവരും വെഡ്ഡിങ് വന്നു. വീച്ചിയുടെ മാരേജാണ്. വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ട് വന്നു. ഡാഡിനെ ഇട്ട് വന്നു. സുഖന കഴിഞ്ഞുകൊണ്ട് എൻ്റെ മോളൊന്ന് നോക്കി. ഓക്കെ ഓക്കെ അങ്കിൾ. ഫാദർ കേട്ടു. എല്ലാവരും എസ് അടിക്കാൻ പറഞ്ഞു. സാറിന് നടന്നു മുക്കി എറിഞ്ഞ് എല്ലാവർക്കും മാരേജ് ആയിരുന്നു. ജിമ്മി പിടിക്കാൻ 3 പേർക്കാണ് എൻ്റെ അടുത്ത് മാരേജ് ആകുന്നത്. അത് പൂവ് ചേർന്ന് ഫാത്തിമ ജിമ്മി പിടിച്ചു. ഫാത്തിമ താഴെ വരുമ്പോൾ ജിമ്മി പിടിച്ചു. 2 പേർ ഒരു കയ്യിൽ പൂ പിടിച്ചു. 2 പേർ കണ്ണു നോക്കി ബീച്ചത്. അത് ഓക്കെ ശരി ഓക്കെ. ജിമ്മി പൂ കൊടുത്തു. നിങ്ങളും വെച്ച പൂ. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. ജിമ്മിയായിട്ട് അങ്ങനെ വീട്ടിലൊക്കെ പോയി. ജിമ്മി കുറച്ച് ഫ്രഷായിട്ട് പോകാം. വെഡ്ഡിങ് ഡ്രസ്സ് ഇതെങ്ങനെ എടുത്തുകൊണ്ട് ഹാഫ് ഫ്രോക്കായിരുന്നു. ജിമ്മി ബാക്കിൽ വെച്ച് ടച്ചായി. ഷുഗർക്ക് ഫീലായി. ഷുഗർ പറയാം നീ പോയിക്കോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. ഇല്ല ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച്. ഷുഗർ പോയി ഡ്രസ്സ് ചേഞ്ച് മതിയായി. ഷുഗർ പുറത്തു പോകും. ഞാൻ ബാത്റൂം പോകാം, നീ ഇവിടെ ഡ്രസ്സ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ കുളിച്ച് പ്രാവശ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് ഇടുന്നു. പുറത്ത് വരുന്നു ഷുഗർ. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അവിടെ പോയി കുറച്ച് പ്രാവശ്യം പറഞ്ഞു. ഷുഗർ ആയോ? ഷുഗർ ശരി. ഷുഗർ സംസാരിക്കാം. എന്നാൽ ഷുഗർ അടുത്ത് കിസ് അടിക്കാൻ വാങ്ങി. ചിലപ്പോൾ ഓക്കെ അല്ലല്ലോ, ഇപ്പം എന്താ ചെയ്യാൻ? ഷുഗർ വാങ്ങിക്കാം. ഷുഗർ അടുത്ത് തുടങ്ങി. അങ്ങനെ ഷുഗർ അടിച്ച് കിസ് അടിച്ച് ഷുഗർ ഹാപ്പിയായി. അങ്ങനെ റോസ് നടന്നു. അങ്ങനെ രാവിലെ നല്ല ചെയ്തു. രാവിലെ എണി എന്ത് ഷുഗർ രാവിലെ എനിക്ക് അങ്ങനെ ഷുഗർ ബാത്റൂം കൊണ്ടുപോയി. അങ്ങനെ ഫ്രഷായി താഴെ ഇറങ്ങി വന്നു. മമ്മി ഡാഡി എന്താ പറ്റി? ഇല്ല മോം. ശരി എൻജോയ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ഷുഗർ ഓഫീസിൽ പോയി. കുട്ടികളെ സ്കൂളിൽ പോയ കുട്ടിയായിരുന്നു കുറേ. മമ്മി ഡാഡി കുറച്ച് നാൾ ലാസ്റ്റ് ഞങ്ങൾ ഇന്ത്യക്ക് പോവാം. ശരി മോം ഡാഡി. ഫാത്തിമ ഫീലായി. ഇത് ചെയ്യും എങ്ങനെ സംസാരിക്കാം? അന്ന് ഫാത്തിമ അവിടെ കോളേജായിരുന്നു. ഫാത്തിമ ഡാഡി പറയും എന്താ ചെയ്യാം? അങ്ങനെ കോളേജിൽ വന്നു. ഓൺലൈൻ പഠിക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാം? അങ്ങനെ കോഫി കൂടെ ഉണ്ടായിരുന്നു കുടിച്ചിരുന്നു. ജിമ്മിൽ വന്നു. കോൾ ചെയ്തു. ഹലോ ആരാ? ജിമ്മിയാണ്, മാർക്ക് ജിമ്മി. നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഫോൺ നമ്പർ കിട്ടിയ? അതെ നിൻ്റെ ഫ്രണ്ടിൻ്റെ മെയിനാ. ഫ്രണ്ടിനോടാ അവിടെ പോയി കൊടുത്തതാ. ജിമ്മി പറഞ്ഞ ഒരു കാർ, ബ്ലാക്ക് കാർ കണ്ടു. കോഫി ഷോപ്പിൽ കാണുന്നില്ലേ? അതെ ആ കാറിൽ കയറിക്കോ. എന്തിനായി വിളിക്കും? കാറിൽ കയറി. ജിമ്മി എന്താ എനിക്കെന്നോട് സംസാരിക്കണം? ശരി. അങ്ങനെ ജിമ്മി വിളിച്ചുകൊണ്ട് വന്നു. ബീച്ച് ഇവിടെ ആരും ഇല്ലല്ലോ. ജിമ്മി നല്ല സ്ഥലം. ജിമ്മി കേസ് ഇട്ട് എനിക്കൊരാളെ സംസാരിക്കും. പേര് ഫാത്തിമ. എന്താ ജിമ്മി? പ്രപ്പോസ് ചെയ്ത് വിൽ മാരി മീ. ഷോക്കായി പോയി. എന്താ ജിമ്മി നീ പറയാം? എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ റിങ്ക് കെട്ടി ഫാത്തിമ ഹാപ്പിയായി. റിങ്ക് കെട്ട് അടിച്ച് നെക്സ്റ്റ് മാരേജ് വരെയാണ്. പൂജക്ക് പ്രപ്പോസ് ചെയ്തു. പൂജക്ക് എന്താ വീട്ടിൽ ആരെ വീടടിക്കുക? അങ്ങനെ മാത്രം നീ എന്താ ചെയ്യുക? എനിക്ക് സംസാരിക്കാൻ ഓർഡർ കൊണ്ടുപോവാ. ശരി. ഇവിടെ എന്താ? താങ്ക് യു. നീ അടിച്ച് ഇവരെന്താ ഇങ്ങനെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തു മാരി മീ. അയ്യോ നീ പ്രപ്പോസ് ചെയ്താ? ഓക്കെ. അവളെ ഹാക്ക് ചെയ്തു. നെക്സ്റ്റ് ജങ്കുക്ക്. പ്രിയ. എന്തൊരു ടെൻഷനാ. എന്താ ചെയ്യുക? ജങ്കുക്ക് വന്നു. പ്രിയൻ്റെ പ്രിയൻ്റെ അച്ഛനല്ലേ? അതെ, എനിക്ക് നിങ്ങളെ സംസാരിക്കണം. നിങ്ങളുടെ മകളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാരേജ് ചെയ്തു. സർ അതെ, നിങ്ങൾ ആർമിയാണ്.
നിങ്ങൾ ബൈ ആശാൻ. ഓ ചങ്ങൾക്ക് ഹാപ്പിയായി. ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോന്നു. ഹലോ മോളെ പ്രിയ. എന്താ വെച്ചാ? ഇല്ല മോളെ, നീ സ്ഥലത്ത് വാ. എവിടേക്ക് ഡാഡി? ഇല്ല മോളെ, അത് നിനക്ക് സർപ്രൈസാണ്. പ്രിയാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഡാഡി ബർത്ത്ഡേ ഡ്രസ്, ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. എല്ലാവരും കണ്ണ് തുണി കെട്ടി പത്ത് കൊടുന്നു. കണ്ണ് തുറന്നു. വാവ് മാവസാൻ. ജങ്ങൾക്ക് മാസാൻ ഇറങ്ങി വന്നു. കാർ ഇറങ്ങി വന്നു. കാറിന് സൗകര്യത്തിൽ നോക്കി ജങ്ങൾക്ക് അന്ന് ഇറങ്ങി വന്നു. ഒക്കെ എടുത്ത് എന്തിനാ ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു. റിങ് എടുത്ത് മെല്ലെ മാരമി ഷോക്കായി. മമ്മിയുടെ ഡാഡി ഓക്കെ പറയും. ഓക്കെ. അങ്ങനെ 3 പേർക്ക് മാരേജ് നടന്നു. അവരെ ഹാപ്പി ആയി താമസിക്കുന്നുണ്ടെങ്കിൽ ജയ്. എന്ത് പറ്റിയടി? അതെടി ഓമിറ്റ് ചെയ്തു. എന്ത് പറ്റി? മാരേജ് ആയിരുന്നു. അത് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഗിഫ്റ്റ് എടി നമുക്ക് ഹണിമൂൺ ട്രിപ്പ് തരുന്നതല്ല കഴിഞ്ഞടി. അതെടി മച്ചി. 3 പേര് ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് വന്നു. അവിടെ എൻജോയ് ചെയ്ത് എനിക്ക് വീട്ടിലേക്ക് വന്നു. ടയർഡായിരുന്നു. കുറച്ച് നാൾ എല്ലാവരും എടി മച്ചി അങ്ങനെ പറയുമ്പോൾ വൈകിട്ട് വീണു. എന്ന് പറ്റിയടി? വോമിറ്റ് ചെയ്തു. ഇല്ലടി മച്ചി, എനിക്ക് തല കറങ്ങുന്നു. വീണ് വാങ്ങിയിട്ട്. അയ്യോ ഇപ്പം എന്ത് ചെയ്യാം? അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട്. ഡോക്ടർ എന്ത് പറ്റി? ഇവരെ ഹസ്ബൻഡൊക്കെ കളിച്ചിട്ട് വരാൻ പറയും. ഹലോ ഷുഗ, നിങ്ങൾ വൈഫ് മയങ്ങി വീണു, വേഗം ഹോസ്പിറ്റലിൽ. അയ്യോ ഷുഗ. ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ വന്നു. എന്ത് പറ്റിയിടാ വെച്ചാൽ ഡോക്ടർ നിങ്ങളാണോ? ഞാനാണ് ഷുഗ. മിന്നു. നിങ്ങൾ കൺഗ്രാറ്റ്സ് ഷുഗ, നിങ്ങളുടെ വൈഫ് ഇട്ടാണ്. ഷുഗ ഹാപ്പിയായി. എന്ത് എടി മച്ചി? എന്തടി? അതെടി അങ്ങനെ അപ്പം ജനിച്ച് ഹാപ്പിയായി താമസിക്കുന്നതാണെങ്കിൽ